അടിപൊളി സംഭവമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി കോഴിക്കാല് ചില്ലി. ഇത് നമ്മളൊക്കെ കാണുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകട്ടെ, പക്ഷെ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്, ആന്ധ്രയിലൊക്കെ നല്ല ചില്ലി ആക്കിയിട്ട് 1-ന് 20 രൂപ വിൽക്കുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ചൈനയ്ക്കൊക്കെ പോയിട്ട് ചൈന, തായ്ലാൻഡിലൊക്കെ സൂപ്പറായിട്ട് കഴിക്കുന്നതാണ്. ഞാനും അവിടെ പോയി കഴിച്ചു നോക്കിയിട്ട് നല്ല രുചിയുള്ള സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പ്, അതുപോലെ തന്നെ ചില്ലി, പല സംഭവം ഉണ്ടാക്കാം. നമ്മളിന്ന് വ്യത്യസ്തമായ ഒരു അടിപൊളി ചില്ലിയാണ് നമ്മൾ ഇന്ന് കോഴിൻ്റെ കാലും ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് കുറേ പരിപാടി എന്നതിന് ശേഷമേ ഇത് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. വെള്ളം ചൂടാക്കാം. അടിപൊളി ചൂട് കൊടുത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കും. ഒന്ന് ചൂടാക്കിയാൽ ഇതിൻ്റെ മുകളിൽ തോല് വിട്ട് വരും. ഓക്കെ ഓക്കെ മതില്ലേ? വിരലൊക്കെ വിരിഞ്ഞു കുറച്ച് കൊട്ടി നടക്കട്ടെ അല്ലേ? ഇതിന് മെല്ലെ എടുത്തിട്ടല്ല, തോല് കിഴിഞ്ഞ് തരാൻ തുടങ്ങിയിട്ടാ. ഇതുപോലെ തോലിങ്ങനെ പതുക്കെ കിഴിച്ചെടുക്കണം. ഇതിൻ്റെ സാധനം മാത്രമേ കിഴിഞ്ഞ് തരാൻ പാടുള്ളൂ. തോലിങ്ങനെ കിഴിച്ചെടുക്കാം. ഇത് സിമ്പിളല്ല അല്ലേ? കഴിഞ്ഞു. ഇതിൻ്റെ നഖം കട്ട് ചെയ്യുക, കട്ട് ചെയ്യുക, കട്ട് ചെയ്യുക. നമുക്കതിൽ ആദ്യം വെളിച്ചുള്ളി ചതച്ചത് കുറച്ച് കൊടുക്കാം. കുറച്ച് ഒറിഗാനോ, കുറച്ച് പാപ്രിക്ക പൗഡർ, കുറച്ച് ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, പാകത്തിന് ഉപ്പ്, കുറച്ച് ക്രഷ് ചെയ്ത വറമുളക്, ഓണിയൻ പൗഡർ. ഇതെന്താ വേണം ഓണിയൻ പൗഡർ? മിക്സ് ചെയ്തോ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ടല്ലേ? കുറച്ച് ഓയിൽ വെച്ചിട്ട് കാലത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കും. നല്ല പോലെ വേകട്ടെ അല്ലേ? കുറച്ച് ക്യാരറ്റ് ഇട്ടു, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ വൈറ്റ്, തിളക്കട്ടെ. കുറച്ച് സോസ് ഒഴിക്കട്ടാ.
കുറച്ച് സ്പ്രിങ്, കുറച്ച് മല്ലിയില ഇളക്കും. മതി. അടിപൊളി. അപ്പോൾ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. ഇത് നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങ ചിക്കനാണ്. ഇത് നമ്മുടെ പാലക്കാടൻ കോഴിക്കല്ലേ. സംഭവം പൊളിട്ടാ. ഇത് നമ്മൾ തായ്ലാൻഡ് ചൈനയിലൊക്കെ പോയിട്ട് കഴിച്ച സാധനം ഉണ്ടാ. അപ്പം ഞങ്ങൾ കുറേ ആയിട്ട് സാധനം ഉണ്ടാക്കണം വേണ്ടിയിരിക്കണം. പക്ഷേ ഏത് റെസിപ്പിയിൽ ഉണ്ടാക്കുന്നുള്ളത് നമുക്കറിയാം. ഇത് ചൈന റെസിപ്പി ഉണ്ടാകും. ഇത് പല തരത്തിലുണ്ടാക്കും. ചില്ലി ഉണ്ടാകും, ഡ്രൈ ഫ്രൈ ഉണ്ടാകും, അങ്ങനെ തുടങ്ങി പല സംഭവത്തിൽ സൂപ്പ് ഉണ്ടാക്കും. സംഭവം തന്നെ അടിപൊളി കേട്ടാ. അങ്ങനെയുണ്ട് പിന്നെ കോഴിക്കാല് അടിപൊളി. ഒന്നുമില്ലട്ടാ, ആ കുറച്ച് ഇറച്ചികളിൽ അത് പക്ഷേ കഴിക്കാനൊരു കിട്ടുമ്പോൾ ഒരു സുഖം ഇതാടാ. എടുക്കുക. അടിപൊളി. കോഴിക്കാലെന്ന് പറയാം കേട്ടാ. നമ്മുടെ കുമ്പളങ്ങ ചിക്കനേക്കാൾ ടേസ്റ്റ് ഉണ്ട് അല്ലേ? കിട്ടുമോ? അതെങ്ങനെയുണ്ട് സംഭവം? അടിപൊളി അടിപൊളി. ഇത് ശരിക്കും നമ്മുടെ നാട്ടിലാണ് കൂടുതൽ ഉപയോഗിക്കാത്തല്ലേ. നാടൻ കോഴിയാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഉപയോഗിക്കുക. അതിൻ്റെ വിരൽ മാത്രമേ കളയുള്ളൂ. സാധാരണ ലഘു കോഴികൾ നമ്മൾ ഉപയോഗിക്കാറില്ല. പക്ഷെ തമിഴ്നാട്ടിലൊക്കെ സുലഭമായിട്ട് ഉപയോഗിക്കണം. ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങൾക്ക് സുലഭമായി ഉപയോഗിക്കണം. ഇപ്പോൾ ഡോക്ടർമാർക്ക് പറയുന്നതിൽ കുറേ കൊളാജിൻ സാധനങ്ങൾ കൂടുതലുണ്ട് എന്നാണ്. ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറയുന്നത്. പക്ഷെ നമ്മളത് കടയിലാണ് പോയത്. അത് നമ്മളങ്ങനെ ശീലിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. സംഭവം എന്തായാലും ടേസ്റ്റാണ്. എന്നിട്ട് സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ അത് ഫുള്ള് കൊളാജിൻ കിട്ടുന്ന പറയുന്നത്. ചില്ലിയൊക്കെ ഉണ്ടാക്കി നല്ല ടേസ്റ്റുള്ള സാധനം. ചില്ലിയൊക്കെ ഞാൻ തിന്നിട്ടുള്ളതാണ് ചൈനയിൽ പോയിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാനൊന്നും പറയണില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ട പോലെ എന്തെങ്കിലുമൊക്കെ തോന്നും. പക്ഷെ സംഗതി ടേസ്റ്റ് ഉണ്ട് അല്ലേ? അടിപൊളി ടേസ്റ്റാണ്. അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്തുകൊണ്ട് കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലേക്ക് കൂടി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചത്. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. സാധനം ഇനിയുണ്ട് കേട്ടോ. പിള്ളേർ വന്നുകൊണ്ടിരിക്കുന്നത് ടേസ്റ്റ് നോക്കണം പറഞ്ഞ ആളുകൾ കുറച്ച്.